മുസ്ലിം ആണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സംശയിക്കപ്പെടുകയാണ്. ഏത് നാട്ടിൽ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന കേരള സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ സംശയിക്കുന്നു, മുസ്ലിം പോലീസുകാരനെ. എറണാകുളത്ത് ഒരു കേസന്വേഷണത്തിന്റെ എന്തോ ഒരു കടലാസ് കൊണ്ട് നഷ്ടപ്പെട്ടപ്പോ മുസ്ലിമായ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് സംശയത്തിന്റെ മുളിന്മലയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നു. നീയാണോ ചോർത്തിക്കൊടുത്തത്? മറുഭാഗത്ത് ഞാൻ RSSന്റെ കാര്യവാഹകായിരുന്നു, പ്രവർത്തകനായിരുന്നു, പ്രചാരകായിരുന്നു എന്ന കൃഷ്ണകുമാർ പറയുമ്പോൾ നമുക്ക് യാതൊരു അസ്വസ്ഥതയും ഉണ്ടാകുന്നില്ല. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ SIക്കോ CIക്കോ അല്ല ചുമതല കൊടുത്തത്, തൊട്ടടുത്ത കുറ്റിപ്പുറം സ്റ്റേഷൻ അല്ല ചുമതല കൊടുത്തത്. കാരണം ആ 2 സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരും മുസ്ലിം ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെ കടുങ്ങാത്തുണ്ടിലെ ശ്രീജിത്ത് എന്ന SIക്ക് ചുമതല കൊടുത്തുകൊണ്ടാണ്, വളരെ ദൂരത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചുമതല കൊടുത്തുകൊണ്ടാണ് മൊയ്തീൻകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്താണ് ഈ സന്ദേശം? മുസ്ലിമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചാൽ അവർ മുസ്ലിങ്ങൾക്ക് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുമത്രേ. എന്താ നൽകുന്നത് ജേക്കബ് ന്യൂസ് നിങ്ങൾ ഈ സന്ദേശം? എന്താ കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? വിഭാഗീയമാകാൻ പാടില്ല, വർഗീയമാകാൻ പാടില്ല നമ്മുടെ പോലീസ് സേന. അപകടകരമായ പ്രവണതകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമവാഴ്ചയോട് സഹകരിച്ചിട്ടുള്ള വിഭാഗമാണ്, നിയമത്തോടൊപ്പം നിൽക്കുന്ന വിഭാഗമാണ്, നിയമത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ രാജ്യത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒന്നാമതായി അതിലുണ്ടാവരുത് എന്ന് നിർബന്ധമുള്ള ഒന്നാമത്തെ പ്രസ്ഥാനം അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സാധിക്കില്ല നിങ്ങൾക്ക്. എന്തൊക്കെ കൊണ്ടുവന്നു ഞങ്ങളുടെ തലയിലേക്ക്, എന്തൊക്കെ കൊണ്ടുവന്ന് വെച്ച്. കോയമ്പത്തൂരിൽ സ്ഫോടനം നടത്തിയപ്പോ അന്നത്തെ ഞങ്ങളുടെ ബഹുമാന്യനായ ചെയർമാൻ അബൂബക്കർ സാഹിബിനെ മീരാ റാവത്ത് എന്ന് പറയുന്ന കുപ്രസിദ്ധിയായ പോലീസ് ഉദ്യോഗസ്ഥ 8.5 മണിക്കൂർ നേരം ചോദ്യം ചെയ്തു. എല്ലാവരും കൂടി ഇതാ NDF അവസാനിക്കാൻ പോകുന്നു, ഫിനിഷ് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു. അവസാനിക്കുന്നില്ല. 336 കോടി രൂപ ഹവാല പണം വന്നപ്പോൾ ഇതാ തീവ്രവാദികൾക്ക് പോപ്പുലർ ഫണ്ടുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അന്വേഷിച്ചു, കണ്ടെത്തിയത് ആരാന്നറിയോ? ഒരു സുരേഷ് ഗ്രൂപ്പ്. അവസാനിച്ചു, അന്വേഷണം അവസാനിച്ചു. കാരണം പോപ്പുലർ ഫണ്ടുകാർക്ക് കിട്ടിയിട്ടില്ലല്ലോ, എന്നാ സമാധാനായി. കാരണം അതേ ബുദ്ധിമുട്ടുള്ളൂ ഇവിടെ രാജ്യത്ത്. നിൽക്കുന്നില്ല. 2003 മെയ് 2-ാം തീയതി മാറാട് നടന്ന കൂട്ടക്കൊല, അതിന്റെ ഉത്തരവാദിത്വവും ഒന്നാമത്തെ ദിവസം തന്നെ ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചു പിണറായി വിജയൻ. പക്ഷേ 5.5 വർഷം കഴിഞ്ഞ് കേസിന്റെ വിധി വന്നപ്പോ പിണറായിയുടെ പാർട്ടിക്കാരാ അതിന്റെ അകത്ത് കൂടുതൽ കുടുങ്ങിയത്. CPMന്റെ പ്രവർത്തകന്മാർ, KM ഷാജിയുടെ അനുയായികൾ, ഇവരൊക്കെയാണ് മാറാട് കേസിൽ പ്രതികളാക്കിപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് 62 പേര് ജയിലിൽ കഴിയുന്നത്. അതിലൊരൊറ്റ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ആദ്യം എന്താ ചെയ്യുക? കാശ്മീർ 4 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടപ്പോ നിക്കപ്പൊറുതി ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. കാശ്മീരിന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള തീവ്രവാദം എന്നാണ് നമ്മളെ പറ്റി പറഞ്ഞിരുന്നത് അന്ന് പിണറായി. ഇയാൾക്ക് ഓരോ സമയത്ത് ഓരോ വെളിപാടാ. കേരളത്തിൽ 63 സ്ഥലങ്ങളിൽ ആയുധ കേന്ദ്രങ്ങളുണ്ട്, ആയുധ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പരസ്യമായി വെല്ലുവിളിച്ചു ഞങ്ങള്.
എന്തൊക്കെ പറഞ്ഞു? ഞങ്ങൾക്ക് വിദേശ പണം കിട്ടുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു തെളിയിച്ചോ? എത്ര കാലായി പറയുന്നത്, ഇതെന്ന് എന്നെങ്കിലും ഒന്ന് തെളിയിച്ചു തരണം. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ തെളിയിക്കുക. ഇതൊക്കെ നിങ്ങളെ കയ്യിലാണുള്ളത്, രണ്ടു കൂട്ടരുടെ കയ്യിലും. പോലീസും സേനയും ഇതൊക്കെ നിങ്ങളുടെ അടുത്ത്, പത്രമൊക്കെ ഉണ്ട്. ഓരോന്ന് വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൂടുതൽ കരുത്താർജിച്ചു വരികയായിരുന്നു, കൂടുതൽ ശക്തിപ്പെട്ടു വരികയായിരുന്നു. അങ്ങനെ ഈ വിവാദത്തിനും ഇത് തന്നെ സംഭവിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇതുകൊണ്ട് ഫിനിഷ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ, നന്മയാഗ്രഹിക്കുന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇരുകരവും നീട്ടി സ്വീകരിച്ചു. ഞങ്ങൾ തുടർന്നു പോരുന്ന ഒരു നിലപാട്, അത് രാജ്യത്തെ ഈ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നിലപാടാണ്. അക്രമങ്ങളും അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങളും ഒന്നും തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ചില ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഈ രാജ്യം തകർക്കുക എന്ന് ഉള്ള എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തണമെന്നുള്ള എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഏതാണ്ട് 1,00,000 വരുന്ന അനുയായികൾ ആവശ്യമില്ല. അതിന് തടിയില്ലാത്തതും തടിയുള്ളതുമായിട്ടുള്ളതൊക്കെ നാട്ടിൽ കിട്ടാനുണ്ട്. അതുപോലത്തെ 10 ഉണ്ടായാൽ മതി പൊട്ടിച്ചു തീർക്കാനാണ്. അങ്ങനെ തീർക്കേണ്ടതല്ല ഈ രാജ്യത്തെ ഒരു ജനവിഭാഗത്തിന്റെ ഭാവി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നേതൃത്വമില്ലാത്ത, നായകത്വമില്ലാത്ത, ദിശയറിയാത്ത ഒരു സമൂഹം, ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ നിരക്ഷരതയുടെ പടുകുഴിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹം, അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ദീനിനെ കുറിച്ച് അറിയാത്ത ഒരു സമൂഹം, അവർക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട്, അവരുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ള ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം അത് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നിർവഹിച്ചു തീർക്കാനുള്ളതല്ല, കഴിയുന്നതല്ല. ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന മുന്നേറ്റങ്ങൾ എങ്ങനെയാണോ ഉയർന്നു വന്നിട്ടുള്ളത്, ഉണ്ടായി വന്നിട്ടുള്ളത്, എങ്ങനെയാണോ നിലനിന്നിട്ടുള്ളത്, എങ്ങനെയാണോ അവർ ചരിത്രം തിരുത്തി എഴുതിയിട്ടുള്ളത്, അത് തന്നെയായിരിക്കും ഇന്ത്യയുടെ വരും തലമുറ ഇന്ത്യയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ചും രേഖപ്പെടുത്താൻ പോകുന്നത്. ഇന്ത്യയുടെ പുനർനിർമ്മിതിക്ക്, രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തിനും ക്ഷേമത്തിനും നീതിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി, സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ജനവിഭാഗം, ഒരു കൂട്ടരെ ഇന്ത്യയിലെ വരും തലമുറ തിരിച്ചറിയാൻ പോകുന്ന ഒന്നായിരിക്കും ഇന്ത്യയുടെ ഭാവി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ ശാക്തീകരിച്ചെടുക്കാനുള്ള, എല്ലാറ്റിൽ നിന്നും ശാക്തീകരിച്ചെടുക്കാനുള്ള എന്താണ് കാണിച്ചു വെച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തി ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച രജീന്ദ്ര സച്ചാർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇന്ന് ദളിതുകളെക്കാൾ പിന്നിലാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ സമൂഹം അങ്ങനെ എത്തിപ്പെട്ടത്? ഇതിന് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിവുണ്ടാക്കിയെടുത്തുകൊണ്ട്, അവർക്ക് ദിശാബോധം നൽകിക്കൊണ്ട്, അവരുടെ അന്നത്തിന് വഴിയുണ്ടാക്കിക്കൊണ്ട്, അവരെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു പുതിയ മുന്നേറ്റം ഉണ്ടായി വരേണ്ടതുണ്ട്. അതിൻ്റെ നാന്ദിയാണ് ഇന്ന് കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ മുന്നേറ്റം അന്ന് ഹിമാലയത്തിന്റെ തായ്വാരങ്ങളിലേക്ക് വരെ ചെന്നെത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വേട്ടയാടപ്പെടുമ്പോൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കൊഞ്ഞനം കുത്തുമ്പോൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ മാറ്റി നിർത്തി കോട്ടക്കൽ സമ്മേളനം ചേരുമ്പോൾ മുസ്ലിം സമുദായം അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനോടൊക്കെ പുച്ഛത്തോടുകൂടി സംസാരിക്കുന്നതും പുച്ഛത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നതും.
ഇത് ചരിത്രത്തിൽ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്താൻ ചരിത്രത്തിൽ ഇത്തരം ശക്തികൾ ഒരേപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമുദായം അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്നലെ മദനിയെ മാറ്റി നിർത്തിയ പോലെ, അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ സംഘടിതമായി ഉയർന്നു വരുന്ന ഓരോന്നിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നാളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും ഫിനിഷ് ചെയ്യുന്നിടത്ത് അത്തരം ശക്തികൾക്ക് ബലം നൽകുന്നതാണ് നിങ്ങളുടെയൊക്കെ നിലപാട് എങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. ജർമ്മനിയിലെ നാസിപ്പട നടത്തിയിട്ടുള്ള ഭീകരമായ അതിക്രമങ്ങളെ, ആ അതിക്രമങ്ങളെ ഓട് നിസ്സംഗമായി നിന്ന ഒരു സാമൂഹ്യ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ അവിടുത്തെ പ്രമുഖനായ തത്വചിന്തകൻ പാസ്റ്റർ നിമോയിലർ പറഞ്ഞു, ആദ്യം അവർ തൊഴിലാളികളെ തേടിയെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തൊഴിലാളിയല്ലല്ലോ, അതുകൊണ്ട് എനിക്കെന്ത് ബേജാറ്. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടിയെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നീട് അവർ ക്രിസ്ത്യാനികളെ തേടിയെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയല്ലല്ലോ. പിന്നീട് അവർ ജൂതന്മാരെ തേടിയെത്തി. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ജൂതനല്ലല്ലോ. അവസാനം അവർ എന്നെ തേടിയെത്തി. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല എന്നാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യം മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന, നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന, ഓരോന്നിനെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശക്തികളുടെ താല്പര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ബറാക് ഒബാമ ഇന്ത്യ രാജ്യത്ത് വന്ന് കരാറുകൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ആഹ്ലാദപൂർവം കൈയടിച്ച് പ്രോത്സാഹിച്ചപ്പോൾ ഇതാ രണ്ടാമതൊരിക്കൽ കൂടി നമ്മുടെ രാജ്യം കോളനിവൽക്കരിക്കപ്പെടാൻ പോകുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതൃത്വത്തിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരു കാലത്തും ഇന്ത്യയെ അതിശയപ്പെടുത്തിയിരുന്നത് അതിക്രമിച്ച് അക്രമങ്ങളുടെ യുദ്ധങ്ങളിലൂടെയായിരുന്നില്ല. ഇവിടെ കൊളോണിയൽ ശക്തികൾ വന്നിരുന്നത്. പോർച്ചുഗീസുകാരൻ കടന്നു വന്നത് കച്ചവടത്തിലൂടെയായിരുന്നു. ബ്രിട്ടീഷുകാരൻ കടന്നു വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചുകൊണ്ട് കച്ചവടത്തിലൂടെയായിരുന്നു. ഇതാ ഇന്ത്യ രാജ്യത്തേക്ക് ഇസ്രായേലും അമേരിക്കയും ഇതുപോലെ നമ്മുടെ രാജ്യത്തേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് വിഭവങ്ങളുള്ള, ശേഷിയുള്ള, പ്രാപ്തിയുള്ള, റിസോഴ്സുള്ള, ലോകത്ത് വികസിച്ചു വരാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തെ കീഴ്പ്പെടുത്താനും ആ രാജ്യത്തെ തകർത്ത് കളയാനും നിഗൂഢമായ ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഏറ്റവും നല്ല മാർക്കറ്റായി ഇന്ന് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഗുണനിലവാരമില്ലാത്ത ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിൽ നിന്നാണ് നമ്മൾ ആയുധം വാങ്ങുന്നത്. ആ ആയുധം വാങ്ങിയാൽ പിന്നെന്ത് വേണം? ആയുധങ്ങൾ ചെലവാകണം. ആയുധങ്ങൾ ചെലവാകണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച് സാധാരണഗതിയിൽ നമ്മൾ എക്കണോമിക്സിൽ പറയാറുണ്ടല്ലോ, ഡിമാൻഡ് ഉണ്ടെങ്കിലേ സപ്ലൈ ഉണ്ടാവുള്ളൂ. ആ ഡിമാൻഡ് ഉണ്ടാവണം ഇവിടെ. അപ്പോൾ മുസ്ലിം തീവ്രവാദികൾ ഉണ്ടാവണം, മാവോവാദികൾ ഉണ്ടാവണം, മറുഭാഗത്ത് മറ്റ് പ്രക്ഷോഭകാരികൾ ഉണ്ടാവണം. അങ്ങനെ ഇവരെയൊക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കൂടി ഈ രാജ്യത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് രാജ്യം അപകടപ്പെടുന്നതിൽ ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പാർട്ടിയുടെയോ പ്രസ്ഥാനങ്ങളുടെയോ അതിർവരമ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും ഉയർന്നു പ്രവർത്തിക്കാനും കഴിയേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആ ഒരു നിലപാടാണ് രാജ്യത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഈ സമൂഹത്തോട് സംവദിക്കാനും സംസാരിക്കാനും സാധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ
ആശയപരമായി സംവദിക്കാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരട്ടെ, നമുക്ക് സംവദിക്കാം. പക്ഷേ അത് ഫിനിഷ് ചെയ്യാമെന്നുള്ള ധിക്കാരത്തിൻ്റെയും ആ ഒരു തരം അഹങ്കാരത്തിൻ്റെയും സംസാരമായി മാറുന്നത്. സംവാദങ്ങളും ചർച്ചകളുമാവാം, പക്ഷേ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്തുകൊണ്ട് അതിക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടെന്നുള്ളതാകരുത്. ഞങ്ങൾക്ക് ഈ ഒരു 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 ഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മുടെ രാജ്യം തകരാതിരിക്കാൻ നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ച സൗഹൃദപരമായ ഒരു നിലപാട് നമുക്ക് തുടർന്നു പോകേണ്ടതുണ്ട്. അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെക്കുറിച്ച് ഓരോന്നോരോന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ തുറന്നു കാണിക്കാൻ, തെമ്മാടി എന്ന് പറയാൻ, അഹങ്കാരി എന്ന് പറയാൻ, അക്രമി എന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു കീഴൊതുങ്ങൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു കാലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ കീഴൊതുങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ മണ്ണോട് ചേരലാണെന്ന് തീരുമാനിച്ചുറച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുക എന്ന് അർത്ഥം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.